നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് പലരുടെയും ചങ്കടിപ്പ് വർദ്ധിക്കുന്നത്. അതായത് തോക്കുമോ ജയിക്കുമോ എന്നുള്ള സ്ഥാനാർത്ഥികളുടെ ചങ്കടിപ്പ് പോലെ തന്നെയാണ് ഓരോ മുന്നണികളും ആരാണ് കേരളം ഭരിക്കുക എന്ന് ഇപ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ കുതുകികളായ കേരളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വളരെ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ UDF വ്യക്തമായ രീതിയിലുള്ള മേൽക്കൈ നേടിക്കൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്ന ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 96 സീറ്റിൽ വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് UDF മുന്നോട്ടേക്ക് കുതിക്കുമ്പോൾ LDF 36 സീറ്റിൽ മാത്രം ലീഡ് നേടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ തന്നെ 27 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 23 ഇടങ്ങളിലും വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ UDF തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അഥവാ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനപ്പുറത്തേക്ക് ഇത് മാറും. UDF 100-നും 105-നും ഇടയിലുള്ള സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചു വരും എന്നാണ് ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരിച്ച ബേപ്പൂർ മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ സകലരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. UDF-ലേക്ക് ചേക്കേറിയ PV അൻവർ, അതായത് LDF പാളയത്തിന് തീയിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് പേരെടുത്തിരുന്ന നിലമ്പൂരിൽ നിന്ന് 2 തവണ LDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇടത് പാളയത്തോടും തല്ലിപ്പിരിഞ്ഞുകൊണ്ട് വീണ്ടും UDF പാളയത്തിൽ ചേക്കേറിക്കൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തനിക്ക് ബേപ്പൂര് മണ്ഡലം മതി എന്ന് അദ്ദേഹം ചോദിച്ചു വാങ്ങുകയായിരുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും സുരക്ഷിതമായ മണ്ഡലം ചോദിച്ചു വാങ്ങുമ്പോൾ ഇവിടെ ബേപ്പൂർ തനിക്ക് മതി, മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലം തനിക്ക് മതി, താൻ ബേപ്പൂർ മണ്ഡലം UDF കൈകളിൽ വച്ച് തരും എന്നാണ് അന്ന് PV അൻവർ പറഞ്ഞിരുന്നത്. ശക്തമായ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മരുമോനിസത്തെയും പിണറായിസത്തെയും കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും ഇത്തരം ദുഷ്പ്രവണതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി താൻ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കും, CPM-നെതിരെ മത്സരിക്കും, തനിക്ക് ആ സീറ്റ് മതി എന്നാണ് UDF-നോട് PV അൻവർ വച്ചിരുന്ന ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് തന്നെ PV അൻവറിന്റെ താല്പര്യപ്രകാരം ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നതിന് വേണ്ടി UDF PV അൻവറിന് സീറ്റ് കൊടുത്തു. PV അൻവർ അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്നാണ് PV അൻവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നില 5 റൗണ്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ PV അൻവർ ഏതാണ്ട് 4000 ശിഷ്ടം വോട്ടിന് പിറകിലാണ് എന്ന് പറയുമ്പോൾ മറ്റു ചില രസകരമായ കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അതായത് ബേപ്പൂരിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയവാദ വികസനത്തെക്കുറിച്ചും ടൂറിസത്തിന്റെ സീപ്ലെയിൻ വികസനത്തെക്കുറിച്ചുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് തേടിയ മുഹമ്മദ് റിയാസ് ബേപ്പൂരിലെ തീരദേശ നിവാസികളുടെ അടക്കമുള്ള സാധാരണക്കാരുടെ അരിപ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ചികിത്സാ സൗകര്യങ്ങളിൽ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒന്നും കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബേപ്പൂരിൽ PV അൻവർ മത്സരത്തിനിറങ്ങിയത്. മരുമോനിസത്തെ അറബിക്കടലിൽ ബേപ്പൂർ അഴിയിൽ ഞാൻ ചവിട്ടിത്താഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ PV അൻവർ ഇപ്പോൾ ബേപ്പൂരിൽ വിയർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് 2 ദിവസം മുമ്പ് മുഹമ്മദ് റിയാസിനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ എന്നോണം തന്നെ PV അൻവർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. താൻ ബേപ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ തല മുട്ടയടിച്ചുകൊണ്ട് കാതിൽ കടുക്കനിട്ടുകൊണ്ട് മീൻചന്തയും മിഠായി തെരുവും ഉൾപ്പെടെയുള്ള കോഴിക്കോട് അങ്ങാടിയിലൂടെ താൻ നടക്കും എന്നാണ് PV അൻവർ പറഞ്ഞത്. പകരം മുഹമ്മദ് റിയാസ് തോൽക്കുകയാണെങ്കിൽ മുട്ടയടിക്കണ്ട, കമ്മലിട്ടുകൊണ്ട് മീൻചന്തയിലൂടെ അല്ലെങ്കിൽ മിഠായി തെരുവിലൂടെ നടക്കാൻ മുഹമ്മദ് റിയാസ് തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് PV അൻവർ ഉയർത്തിയത്. എന്നാൽ ആ വെല്ലുവിളി ഇപ്പോൾ തിരിച്ചടിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ നില നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 5 റൗണ്ട് ബേപ്പൂരിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ PV അൻവർ 4000 ശിഷ്ടം വോട്ടിന് പുറകിലാണ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസ് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. എന്നാൽ PV അൻവർ മുട്ടയടിച്ച് കടുക്കനിട്ട് മിഠായി തെരുവിലൂടെ നടക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ LDF
പ്രവർത്തകരെല്ലാവരും ചോദിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ട്. കേവലം 5 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ എല്ലാ റൗണ്ടിലും പി വി അൻവർ പുറകിലായിരുന്നു എന്നുള്ളതും UDF ചങ്കിടിപ്പേറുന്നു. അതിലേറെ പി വി അൻവറിന് ആശങ്കകൾ ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് വരുന്ന ഈ ഭൂരിപക്ഷം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പി വി അൻവർ മൊട്ടയടിക്കാൻ ആളെ വിളിച്ചു വരുത്തേണ്ടതായി വരും, കടുക്കൻ പണിയാൻ തട്ടാനെ ഏർപ്പാടാക്കേണ്ടതായി വരും എന്നൊക്കെ തരത്തിലുള്ള കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ട്. 8 റൗണ്ട് വരെ 7 റൗണ്ട് വരെ വോട്ടെണ്ണി കഴിയുമ്പോഴേ 7ാമത്തെ റൗണ്ടിൽ മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്നുള്ളതാണ് പറയുക. എന്നാലും UDF അധികാരത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഫല പ്രഖ്യാപനത്തിലേക്ക് കേരളം നീങ്ങുന്നു. വോട്ട് നിലകൾ, ഭൂരിപക്ഷ ലീഡ് നിലകൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. എന്നാൽ ബേപ്പൂരിൽ കടുക്കനിട്ടുകൊണ്ട് മിഠായി തെരുവിലൂടെ പി വി അൻവർ ഓടുമോ, തലമുട്ടയടിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. പിണറായി വിജയനും ധർമ്മടത്ത് കൃത്യമായി തന്നെ പുറകിലേക്ക് പോയിരിക്കുന്നു 5 റൗണ്ട് വോട്ടെണ്ണിൽ കഴിയുമ്പോൾ. ഇനി എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. UDF അധികാരത്തിൽ വരുമോ, LDF അട്ടിമറി നടത്തുമോ, മുഹമ്മദ് റിയാസ് അട്ടിമറി വിജയം നേടുമോ, പി വി അൻവർ മുട്ടയടിച്ച് കടുക്കനിട്ട് മിഠായി തെരുവിലൂടെ ഓടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.